ഇത് ബാംഗ്ലൂരിൻ്റെ സമീപ പ്രദേശത്തുള്ളൊരു പഞ്ചായത്താണ്. നഗരാതിർത്തിക്ക് 2 കിലോമീറ്റർ കിഴക്കുമാറിയുള്ള സ്ഥലം. ഒരു 10 കൊല്ലം മുമ്പ് വരെ ഇവിടെയൊക്കെ വയലുകളായിരുന്നു. ഈ കാണുന്ന കെട്ടിടങ്ങളിലേറെയും കഴിഞ്ഞ 5-6 കൊല്ലം കൊണ്ടുണ്ടായത്. അതിനു മുമ്പ് ഇവിടെ വളരെ കുറച്ച് കെട്ടിടങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ കാണുന്ന പരിസര പ്രദേശങ്ങളിലെ കാണുന്ന ദൃശ്യങ്ങളൊക്കെ തന്നെ അങ്ങനെയാണ്. ഇവിടെ നോക്കത്ത ദൂരത്തോളം വയലുകളായിരുന്നു, തടാകങ്ങളുണ്ടായിരുന്നു, കൃഷിയിടങ്ങളായിരുന്നു. ഇപ്പോഴും ഇവിടുത്തെ ഈ നിലവിൽ ഉള്ള ഈ പച്ചപ്പ് കാണുന്ന ഇടങ്ങളിൽ ഈ തറയിലുള്ള സസ്യങ്ങൾ ഇപ്പോൾ അവിടെ ആ ഭാഗത്ത് മഞ്ഞ നിറത്തിൽ മത്തപ്പൂക്കൾ കാണാം. പിന്നെ അതേപോലെ ഈ തണ്ണിമത്തൻ, അതുപോലെ ഈ മരങ്ങളെന്ന് വെച്ചാൽ ഈ നിൽക്കുന്ന ഒരു ഞാവൽ മരമാണ്. ആൽമരങ്ങൾ ധാരാളം ഉണ്ടായിരുന്നു. പിന്നെ മാവ്, അതുപോലുള്ള മരങ്ങളുണ്ടായിരുന്നു. പിന്നെ അതുപോലെ നമ്മുടെ നാട്ടിൽ കാണുന്ന ഉഴിഞ്ഞ്, അതേപോലെ ഈ ഞൊടിഞ്ഞൊട്ട, പിന്നെ അതുകൂടാതെ വേറെ സാധനം ഉണ്ടല്ലോ, നമ്മുടെ ഈ അമ്മൂമ്മപ്പഴം എന്ന് പറയുന്നൊരു സാധനമുണ്ട്. അത് അപ്പോൾ നമ്മുടെ അവിടെ തന്നെയുള്ള അത്തരം ഈ ഒരു കാർഷിക വൃത്തി നടത്തിയിരുന്ന പ്രദേശങ്ങളിലെ ആളുകൾ അവരുടെ നിത്യോപയോഗങ്ങൾക്ക് ഉപയോഗിച്ചിരുന്ന ഈ ചെടികളും അതിൻ്റെ പരമ്പര ഇവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ കാണുന്ന പച്ചക്കാടുകളിലൊക്കെ തന്നെയും ഈ പറഞ്ഞ ഈ നിത്യവഴുതന ധാരാളം കയറി പടർന്ന് കിടപ്പുണ്ട്. മത്തനുണ്ട്. പിന്നെ അങ്ങനെ നാനാതരം അതിൽ പൂക്കളൊക്കെ ശംഖുപുഷ്പം, അതുപോലുള്ള പൂക്കൾ ധാരാളമുണ്ട്. അതിൽ കമ്മ്യൂണിസ്റ്റ് പച്ച, എരുക്ക്, അത്തരം സാധനങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. പക്ഷെ അതെല്ലാം ഇപ്പോൾ ഈ ഒരു നഗര കാന്താരമായിട്ട് മാറിയിട്ടുണ്ട്. ആ ഒരു നഗര കാന്താര സീമകൾ ഞാൻ താമസിക്കുന്ന ബിൽഡിങ്ങിൻ്റെ ഏറ്റവും മുകളിലത്തെ നിലയിൽ നിന്ന് കാണുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് ക്രമേണ ഇനിയും ഈ നഗരം ഇങ്ങനെ വികസിച്ചുകൊണ്ടേയിരിക്കും. എല്ലാ നഗരങ്ങളും ഇങ്ങനെ ഈ ഗ്രാമങ്ങളെ കാർന്ന് നിന്നുകൊണ്ട് ഈ അവിടുത്തെ പച്ചപ്പുകളെയും അവിടുത്തെ സ്വാഭാവിക ജീവിതത്തെ ഇല്ലാതാക്കിക്കൊണ്ട് അവിടുത്തെ ജീവിതത്തെ ഒരുപാട് ഈ വിലക്കയറ്റത്തിൻ്റെ ഇരയാക്കിക്കൊണ്ട് അങ്ങനെ ആ രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങും. ഇതൊക്കെ ഈ ഇവിടെയുള്ള കെട്ടിടങ്ങൾ പണിയുന്നിടത്ത് ജോലി ചെയ്യുന്ന ആളുകളാണ്. ഇവർ പ്രധാനമായിട്ടും മൺപണിക്കാരാണ്. അവിടെ ഒരു കെട്ടിടത്തിനുള്ള ഒരു ഇത് വരുന്നുണ്ട്. ഇതൊക്കെ പണിക്കാർ താമസിക്കുന്ന ഇടങ്ങളാണ്. അവിടെ ദൂരെയുള്ള ഇടങ്ങളിൽ പണി നടക്കുന്നുണ്ട്. അവിടെ ഇപ്പോൾ ഇങ്ങനെ തോണ്ടി കഴിഞ്ഞു. നമ്മൾ തോണ്ടി കുളമാക്കാമെന്ന് പറയത്തില്ല, അതുപോലെ ഇപ്പോൾ കുളമാക്കി ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് ഏതോ വലിയ ബിൽഡിങ്ങിൻ്റെ ഫൗണ്ടേഷനാണ്. അത്തരം ഫൗണ്ടേഷനൊക്കെ ഉള്ള ഇടങ്ങളിൽ ഈ മണ്ണ് മാറ്റി ജീവിക്കുന്ന ഒരു വിഭാഗമാണ് ഇവർ. അവർ മറ്റ് പണിയൊന്നും ചെയ്യാറില്ല. ഇവരുടെ കൂട്ടത്തിൽ മേസ്ത്രിമാരോ അല്ലെങ്കിൽ മറ്റ് കൽപ്പണിക്കാരോ അല്ലെങ്കിൽ കെട്ടിടപ്പണിക്കാരോ ഒന്നുമില്ല. ഇവർ എവിടെയായാലും മണ്ണ് നീക്കം ചെയ്യുന്നതിന്, ഇപ്പം ഈ കേബിൾ കുഴികൾ എടുക്കുന്നിടത്തായാലും ഇപ്പം അതിന് ഇതുണ്ട്. അങ്ങനെ അല്ലാതുള്ള ഇടങ്ങളിൽ എവിടെയും അല്ലാത്തടത്ത് തന്നെ മണ്ണിൻ്റെ പണിക്കാരുടെ ആവശ്യമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള മാനുവൽ മണ്ണിൻ്റെ പണി അവർ രാവിലെ ഒരു 7 മണി 8 മണിക്ക് മുമ്പുള്ള സമയത്ത് പോകും. വൈകിട്ട് 4 മണിയാകുമ്പോഴത്തേക്ക് വരും. നല്ല ആരോഗ്യമുള്ള ഒരു ജനസമൂഹം, ആർക്കും പ്രശ്നങ്ങളൊന്നുമില്ല. അത് കഴിഞ്ഞ് ഇവിടെ കറണ്ടൊന്നുമില്ല. ഒരു 6 മണി 7 മണി കഴിയുമ്പോഴത്തേക്കും ഇവിടെ എല്ലാം ശാന്തമാകും. അല്ലാത്തപ്പോൾ നല്ല ആൾപ്പെരുമാറ്റം, എല്ലാവർക്കും ബൈക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. നാട്ടിലൊക്കെ അവരുടെ ആന്ധ്രയിലെ അവരുടെ സ്വദേശങ്ങളിൽ അവർക്ക് ഈ മറ്റു സ്വത്തുക്കളൊക്കെ ഉണ്ട്. അപ്പോൾ അവർ കാലാകാലങ്ങളിൽ ഇങ്ങനെ ഒരുമിച്ച് പോവും, നാട്ടിൽ പോവും, വരും. അത് കഴിഞ്ഞ് രാവിലെ എല്ലാവരും ജോലിക്ക് പോവും. 7 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് എല്ലാവരും കിടന്നു കഴിഞ്ഞാൽ ഒരനക്കവും. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് ചോദിച്ചിരുന്നു, അപ്പോൾ ഇവർ കറണ്ടില്ല ഇവിടെ, ഇവരെങ്ങനെയാണ് ഇവിടെ ഈ വെളിച്ചം കാണുന്നത്? വെളിച്ചം കാണുന്നത് എന്തെങ്കിലും വിളക്ക് കത്തിച്ച് വെക്കാം, അതല്ല പ്രശ്നം. ഇത് ഫോൺ എങ്ങനെയാണ് ചാർജ് ചെയ്യുന്നത്? എല്ലാവരുടെ കയ്യിലും നല്ല ഫോണുകളുണ്ട്. അപ്പോൾ അവർ അവർക്ക് വേണ്ടുന്ന ഇതിനു വേണ്ടി ചെറിയ സോളാർ പാനലുകൾ അവിടെ ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് അവർ ചാർജ് ചെയ്യുന്നത്. അങ്ങനെ
ഈ അത്തരം ഒരുപാട് ജനസമൂഹങ്ങളുണ്ട്. ഇതുകൂടാതെ അപ്പുറത്ത് ഇപ്പം ദാണ്ടതാ പുതുതായിട്ട് പണിയാൻ പോകുന്നൊരു സ്ഥലമാണ് അത്. അവിടെയും ഒക്കെ ഈ ഒരേ സ്ഥിതി തന്നെയായിരിക്കും. അവിടെയൊക്കെ വേറെ ആൾക്കാർ താമസിക്കുന്നുണ്ട് ദൂരെയൊക്കെ. ദൂരെ അവിടെ വേറൊരു കോളനിയാണ്. അവിടെ ഇപ്പോൾ ദാണ്ടെ പിള്ളേർ കളിക്കുന്നുണ്ട് അതിനടുത്ത്. അതീ ഇവിടുത്തെ ഈ പിന്നെ തദ്ദേശീയരായ പിള്ളേരാണ്. അവർ കാരണം അവർക്ക് ഈ ഈ കെട്ടിടങ്ങൾ വരുംതോറും അവരുടെ കളിസ്ഥലങ്ങൾ ദൂരെ ദൂരെയായി പോവുകയാണ്. അപ്പോൾ അവർ നാനാ സ്ഥലത്തു നിന്നും ഇടമുള്ളവരടുത്ത് അവർ ഒന്നിക്കും. അവർ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പിള്ളേർ. അതിൻ്റെ അപ്പുറത്തൊക്കെ അവർ താമസിക്കുന്ന സ്ഥലങ്ങൾ കാണാം. അതുകൊണ്ട് ഇവിടെയൊക്കെ പുതിയ ധാരാളം ബിൽഡിങ്ങുകൾ വന്നു കഴിഞ്ഞു. ഇനിയിപ്പോൾ പിന്നെ ഇവിടെ ഇപ്പോൾ ഒരു കൊല്ലം കൂടെ കഴിയുമ്പോൾ വ്യത്യാസമായിരിക്കും. ഇവിടെ ഈ താഴത്തെ കുടിലുകൾ അങ്ങനെ തന്നെ നിലനിൽക്കും. കാരണം ഈ അത് ഈ 66 kV ലൈനിൻ്റെ കീഴിലുള്ള സ്ഥലമാണ്, ഒഴിച്ചിട്ടിരിക്കുന്ന സ്ഥലമാണ്. ഇവർ നേരത്തെ താമസിച്ചിരുന്ന സ്ഥലത്ത് വേറൊരു കെട്ടിടം വന്നപ്പോൾ അവർ ഇങ്ങോട്ട് വന്നതാണ്. ഇവിടെ ഇനി അത് ഒഴിക്കാൻ പിന്നെ ഇവർ മിക്കവാറും എത്ര വലിയ കെട്ടിടങ്ങൾ വന്നാലും ഇവർ ഇവിടുന്ന് പോകണമെന്ന് തീരുമാനിക്കുന്നവരെയോ അല്ലെങ്കിൽ ഇത് പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ഏജൻസി ഏതാണെന്ന് വെച്ചാൽ അവർ പിന്നെ അതോ പ്രൈവറ്റ് പാർട്ടിയുടെ ആണോ എന്ന് അറിയത്തില്ല, പറഞ്ഞു കഴിഞ്ഞിട്ടേ അവർ പോകുള്ളൂ. അതുകൊണ്ട് ആ കാണുന്ന ഗ്രൗണ്ടൊക്കെ ഇവിടെ ഒരു സ്കൂളും ഒക്കെ ഉണ്ട്, അതിൻ്റേതാണ്. അതും ഇതിൻ്റെ കീഴിലാണ്. കണ്ട ലൈൻ ഇങ്ങനെ അങ്ങോട്ട് ദൂരേക്ക് എവിടേക്കൊക്കെ പോകുന്നതാണ്. അത് എനിക്ക് തോന്നുന്നത് അത് ഇങ്ങോട്ട് വരുന്നതാണെന്ന് തോന്നുന്നു ലൈൻ. കാരണം തമിഴ്നാട് ഭാഗത്തുള്ള അല്ലാതാ ഇവിടെ അത് കിഴക്ക് ദിക്കാണ്. എന്നിട്ട് തെക്ക് കിഴക്ക് ദിക്കിലേക്ക് അത് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക.